വെൽക്കം ബാക്ക് ടു ഫുഡി ആൻഡ് ട്രാവൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുരിങ്ങയില ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങയില ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു പച്ചമുളകും 2-3 വെളുത്തുള്ളിയും കൂടി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വെന്ത് വരേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു പിടി മുരിങ്ങയിലാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ മുരിങ്ങയിലേൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മുരിങ്ങയില എടുത്താൽ മതിയാവും. അതൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഒരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഉപ്പിൻ്റെ ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉപ്പ് മസാലയിലുള്ളതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം മസാല കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക മുട്ടയുടെ മിക്സുമായിട്ട്. സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എല്ലാ സൈഡിലൊക്കെ വെളിച്ചെണ്ണ ആവുന്ന തരത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പം മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി നന്നായിട്ട് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ മുരിങ്ങയില ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.